സഞ്ജു സാംസൺ വീണ്ടും അവഗണനയുടെ ഇരയാവുകയാണോ? സഞ്ജുവിന്റെ തുറന്നു പറച്ചിൽ തിരിച്ചടിയാകുമോ? ഇന്ത്യൻ ടീമിലെ ഭാവിയെക്കുറിച്ച് ആശങ്കകൾ ശക്തമാകും. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിലൊന്നാണ് മലയാളി താരം സഞ്ജു സാംസൺ. മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടും സ്ഥിരമായ അവസരങ്ങൾ ലഭിക്കാത്ത താരം എന്ന വിശേഷണം വർഷങ്ങളായി സഞ്ജുവിനെ പിന്തുടരുകയാണ്. ഇപ്പോഴിതാ സിംബാബ്വെക്കെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോടെ സഞ്ജുവിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ശക്തമായിരിക്കുകയാണ്. അവസാന 3 മത്സരങ്ങളിൽ ബാറ്റിംഗിൽ പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ സഞ്ജുവിന് സാധിച്ചിരുന്നില്ല. ഈ മോശം ഫോം തന്നെയാണ് ടീമിൽ നിന്ന് പുറത്താകാൻ പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ആരാധകരുടെയും മുൻ താരങ്ങളുടെയും ഒരു വിഭാഗം ചോദിക്കുന്ന ചോദ്യം മറ്റൊന്നാണ്. മോശം ഫോമിൽ കളിക്കുന്ന മറ്റു താരങ്ങൾക്ക് തുടർച്ചയായി അവസരം ലഭിക്കുമ്പോൾ സഞ്ജുവിന് മാത്രം എന്തുകൊണ്ടാണ് ക്ഷമ ലഭിക്കാത്തത്? ഇന്ത്യൻ ടീമിൽ വർഷങ്ങളായി കാണുന്ന ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളിൽ ഒന്നാണിതെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മികച്ച പ്രകടനം നടത്തിയാലും ഒരു ചെറിയ തിരിച്ചടിക്ക് ശേഷം ടീമിന് പുറത്താകുന്ന താരമായി സഞ്ജു പലവട്ടം മാറിയിട്ടുണ്ട്. മറുവശത്ത് തുടർച്ചയായി പരാജയപ്പെട്ടിട്ടും ചില താരങ്ങൾ ടീമിൽ സ്ഥാനം നിലനിർത്തുന്നതും ആരാധകരുടെ വിമർശനത്തിന് ഇടയാക്കുന്നു. ഇനി സഞ്ജു മലയാളി താരം എന്നതിനാലാണോ അവഗണന എന്ന് നോക്കാം. കേരളത്തിൽ നിന്നുള്ള താരം എന്ന നിലയിൽ സഞ്ജുവിന്റെ ഓരോ ഉയർച്ചയും താഴ്ചയും വലിയ വാർത്തയാകാറുണ്ട്. എന്നാൽ ദേശീയ തലത്തിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ശബ്ദങ്ങൾ വളരെ കുറവാണെന്നാണ് ആരാധകരുടെ പരാതി. ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രമുഖ നിരീക്ഷകരോ മുൻ താരങ്ങളോ സഞ്ജുവിന്റെ ഒഴിവാക്കലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാത്തതും ശ്രദ്ധേയമാണ്. സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെങ്കിലും മുൻ ക്രിക്കറ്റ് താരങ്ങളിൽ നിന്നോ പ്രമുഖ വിശകലനക്കാരിൽ നിന്നോ സമാനമായ പിന്തുണ ലഭിക്കുന്നില്ലെന്നാണ് ആരാധകർ പറയുന്നത്. അടുത്തിടെ ജിയോ ഹോട്ട്സ്റ്റാറിന് നൽകിയ അഭിമുഖത്തിൽ സഞ്ജു നടത്തിയ പ്രതികരണങ്ങൾ വലിയ ചർച്ചയായി മാറിയിരുന്നു. ഇന്ത്യൻ ടീമിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെ അദ്ദേഹം എലിയും പൂച്ചയും തമ്മിലുള്ള കളിയോടാണ് ഉപമിച്ചത്. ആ രീതിയിലുള്ള മത്സരത്തിൽ തനിക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നെ ആരും ബാറ്റ് ചെയ്യാൻ പഠിപ്പിക്കേണ്ടതില്ല, എന്റെ രീതിയിൽ തന്നെയായിരിക്കും ഞാൻ കളിക്കുക. അതിന്റെ പേരിൽ 2028 T20 ലോകകപ്പിൽ അവസരം ലഭിച്ചില്ലെങ്കിലും അതിലെനിക്ക് വിഷമമില്ല. സഞ്ജുവിന്റെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു. ഒരു വിഭാഗം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ അഭിനന്ദിച്ചപ്പോൾ മറ്റൊരു വിഭാഗം ഇത്തരം പരാമർശങ്ങൾ ടീം മാനേജ്മെന്റിനെയും സെലക്ടർമാരെയും പ്രകോപിപ്പിച്ചേക്കാമെന്നാണ് അഭിപ്രായപ്പെട്ടത്. സഞ്ജുവിന്റെ പരാമർശങ്ങൾ ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ സമിതിയെ ലക്ഷ്യമിട്ടുള്ള ഒളിയമ്പാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുഖ്യ സെലക്ടറായ അജിത് അഖാർക്കർ നേതൃത്വം നൽകുന്ന തിരഞ്ഞെടുപ്പ് സമിതി ഈ പ്രതികരണങ്ങളെ എങ്ങനെ കാണുമെന്നതാണ് ഇപ്പോൾ പ്രധാന ചർച്ച. ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായ ഗൗതം ഗംഭീർ പല സന്ദർഭങ്ങളിലും സഞ്ജുവിനെ പിന്തുണച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ പരിശീലകന്റെ പിന്തുണ മാത്രം മതിയാകില്ലെന്നും അവസാന തീരുമാനം സെലക്ഷൻ കമ്മിറ്റിയുടേതാണെന്നുമാണ് ക്രിക്കറ്റ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. സഞ്ജുവിന് ഒരുപാട് വെല്ലുവിളികളെ ഇനി തരണം ചെയ്യേണ്ടി വരും. അതെ, ഇപ്പോൾ ഇന്ത്യയുടെ ഏഷ്യൻ ഗെയിംസ് ടീമിൽ സഞ്ജു ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവസാന നിമിഷം മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. അതേസമയം യുവതാരമായ വൈഭവ് സൂര്യവംശി മികച്ച പ്രകടനത്തിലൂടെയാണ് ശ്രദ്ധ നേടുന്നത്. സിംബാബ്വെക്കെതിരായ പരമ്പരയിൽ 2 അർദ്ധ സെഞ്ചുറികൾ നേടി പരമ്പരയിലെ താരമായതോടെ അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ നൽകണമെന്ന അഭിപ്രായവും ശക്തമാണ്. ഇതോടൊപ്പം അഭിഷേക് ശർമ്മയും ടീമിന്റെ പ്രധാന പദ്ധതികളിലുണ്ട്. വിക്കറ്റ് കീപ്പറായി ഇഷാൻ കിഷൻ മികച്ച ഫോമിൽ തുടരുന്നതും സഞ്ജുവിന്റെ സാധ്യതകളെ ബാധിക്കുന്ന ഘടകങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ ടീം യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകുന്ന നയമാണ് പിന്തുടരുന്നതെന്നാണ് വിലയിരുത്തൽ. അതിനാൽ അടുത്ത T20 ലോകകപ്പിനുള്ള പദ്ധതികളിൽ സഞ്ജുവിന് സ്ഥാനം ലഭിക്കുമോ എന്നത് വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ്. എങ്കിലും ക്രിക്കറ്റിൽ സാഹചര്യം വളരെ വേഗത്തിൽ മാറുന്ന ഒന്നാണ്. ആഭ്യന്തര ക്രിക്കറ്റിലോ IPLലോ ശ്രദ്ധേയ പ്രകടനം നടത്തിയാൽ ദേശീയ ടീമിലേക്കുള്ള വാതിൽ വീണ്ടും തുറക്കാൻ സാധ്യതയുണ്ട്. സഞ്ജു സാംസണിന്റെ കരിയർ ഒരിക്കലും പ്രതിഭയുടെ കുറവ് മൂലം ചർച്ചയായിട്ടില്ല. മറിച്ച് ലഭിച്ച അവസരങ്ങളുടെ എണ്ണം, തിരഞ്ഞെടുപ്പിലെ സ്ഥിരത, ടീമിലെ വിശ്വാസം എന്നിവയാണ് വർഷങ്ങളായി വിവാദ വിഷയമായത്.
ഇപ്പോഴത്തെ തുറന്നു പറച്ചിൽ അദ്ദേഹത്തിന്റെ നിലപാടിനെ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അത് സെലക്ടർമാരുമായുള്ള ബന്ധത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് വരും ദിവസങ്ങളിലാകും വ്യക്തമാകുക. ഇന്ത്യൻ ടീമിലേക്ക് വീണ്ടും ശക്തമായി തിരിച്ചെത്താൻ സഞ്ജുവിന് മികവുറ്റ പ്രകടനങ്ങൾ അനിവാര്യമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ ഭാവി ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ ആരാധകരും ക്രിക്കറ്റ് ലോകവും.